മാധ്യമങ്ങളെ അടുത്ത ആളാണ് ഇവിടെ ഈ എസ് ഐ ഇവിടെ തന്നെ നൃത്തം തുടർന്നുകൊണ്ട് പോകും. സമരം എങ്ങനെയാണ്? പോലീസ് അടിക്കുന്നുണ്ട്. അവനാണ് ഇവിടെ പിള്ളേരുടെ മുഴുവൻ തലയടിച്ചു പിടിച്ചത്. കുട്ടികളെ ആക്രമിക്കുന്നവരാണ്. ആ മഞ്ഞ ഹെൽമെറ്റ് ഇട്ടത് ഞാനിവിടെ തിരുവനന്തപുരത്ത് പോലീസ് ഓഫീസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഞാൻ പറയാണ്, നിങ്ങൾ പോലീസ് പത്തോളം വന്ന് നിങ്ങൾ വെടിവെച്ചാലും ഈ സമരം ഇവിടെ നിൽക്കില്ല. പിന്നെ കയ്യാങ്കളി കളിച്ച് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തല്ലി വർദ്ധിച്ച് ചോര കളഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ട. ആ ഒതുക്കുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും. സംശയം വേണ്ട. നോയിക്കോ, നിങ്ങൾക്ക് നാളെ മുതൽ നോയിക്കോ. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. KPCC അധ്യക്ഷന്റെ ഭീഷണിയാണ് പോലീസുകാരെ വ്യക്തിപരമായി മാറ്റിവെച്ച് കണ്ടോളാം എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. പിള്ളാരെ അടിച്ചൊതുക്കി സമരം അവസാനിപ്പിക്കാമെന്ന് കരുതേണ്ട എന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുകയാണ്. അതിശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് യൂത്ത് കോൺഗ്രസും ഒപ്പം തന്നെ മറ്റു നേതാക്കളും പറയുന്നത്. ഒരു കാരണവശാലും എന്താ ഇവിടെ നമ്മളെ കുട്ടികൾ ചെയ്തത്? സിന്ദാബാദ് വിളിച്ചതോ, മുദ്രാവാക്യം വിളിച്ചതോ? മുദ്രാവാക്യം വിളിച്ച കുട്ടികളെങ്കിൽ തലക്കടിച്ച് തലകീറി ചോരി ഒലിപ്പിച്ച് കൊല്ലാനാണോ? അങ്ങനെ നിയമമുണ്ട് ഇവിടെ. ഏത് പോലീസിനാണ് അധികാരം? ആ പോലീസുകാർ ഇന്ന് ആക്രമിച്ച പോലീസുകാരെ ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങൾ നേരിടാൻ തീരുമാനിക്കും. ആ തീരുമാനം അപ്പൊ കാണാം CPM-ന്. ഒരിക്കലും കഴിയില്ല. അതൊരു അഭിവർക്കിയല്ല, 100 അഭിവർക്കി വരും. അത് വേറെ കാര്യം. അതിനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ട് ഇവിടെ. അത് ഓർത്താ മതി. പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് മാറ്റാം. പോലീസുകാർക്ക് നമ്മളെ അറസ്റ്റ് ചെയ്ത് മാറ്റാം. അല്ലാണ്ട് ലാത്തി അടിച്ച് തലകീറി പെൺകുട്ടികളെ ഷർട്ട് ഡ്രസ് വലിച്ചു കീറി അവരെ നഗ്നത കാണാൻ നിൽക്കലല്ല പോലീസിന്റെ പണി. അഭിമാനമുള്ള അന്തസ്സുള്ള ഒരു പോലീസിന്റെ ക്വാളിറ്റി ഉള്ള എത്ര പോലീസുകാരുണ്ട് ഈ കൂട്ടത്തിൽ? കാട്ടുമൃഗങ്ങളെ പോലെയല്ലേ തല്ലിയത്? ഞങ്ങൾ നിൽക്കും. പാർട്ടി ഏറ്റെടുക്കും ഈ സമരം. ഒരു തർക്കവും വേണ്ട. ഹേമ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഏറ്റവും ആദ്യം പരാതി കൊടുത്തത് അഭിവർക്കിയ. അവര് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തടിക്കുന്നതാണ്. അഭിവർക്കിയാണ് ആദ്യത്തെ പരാതി കൊടുത്തത്. യൂത്ത് കോൺഗ്രസ് സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. അടിച്ചൊതുക്കി സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് കരുതേണ്ട എന്ന് പറയുന്നു. പോലീസുകാരെ, കുട്ടികളെ അടിച്ചൊതുക്കുന്ന പോലീസുകാരെ വ്യക്തിപരമായി കണ്ടോളാം, നാട്ടിൽ കണ്ടോളാം എന്ന ഒരു ഭീഷണി കൂടി KPCC അധ്യക്ഷൻ നൽകുകയാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസ് നടത്തിവന്ന സമരം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുകയാണ്. അതിശക്തമായ സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നു കോൺഗ്രസ്. അൻവറിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് തിരുവനന്തപുരത്തെ മാർച്ച് നടന്നത്. മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്താണ് ഏറ്റവും വലിയ സംഘർഷം അരങ്ങേറിയത്. കഴിഞ്ഞ മണിക്കൂറുകളിലായി ഗതാഗതം നിശ്ചലമായി. തിരുവനന്തപുരം നഗരം തന്നെ നിശ്ചലമാകുന്ന തരത്തിൽ അതിശക്തമായ സമരമാണ് കണ്ടത്. പോലീസ് 7 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഒടുവിലാണ് ലാത്തി വീശിയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളിക്കൊടുവിൽ ലാത്തി വീശി. അതിലാണ് അബിൻവർക്ക്
വർക്കി ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റത്. പോലീസ് വളഞ്ഞിട്ട് തലയിൽ മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുമ്പോഴാണ് അബിൻ വർക്കി ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഇതുവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറായിരുന്നില്ല പോലീസ്.